അപ്പൊ നമ്മുടെ വണ്ടിക്ക് ചെറുതായിട്ട് ഫൈനൊക്കെ അടിച്ചിട്ടുണ്ട്. നോക്കൂ റീല് ഡ്രോണോടെ ഡ്രോൺ ഷൂട്ട് കാണിക്കണം. റീലിന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്ത ആവശ്യേട്ടൻ. അപ്പം കഴിക്കാനുണ്ട്. ഇത് ഇവിടുത്തെ സെറ്റപ്പ് ഉള്ള ഞാനും ഇപ്പുറത്തുള്ള ആരാന്ന് നിങ്ങൾ ഗസ് ചെയ്യും. അയ്യോ വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ഡേ. ചേട്ടാ ചേട്ടാടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. പുള്ളി എന്നടാ ചായടി ആയിരിക്കല്ലേ? ചായ എവിടെ? കാപ്പി എവിടെ? അയ്യോ എന്റെ പൊന്നിനെ നോക്കട്ടെ, എന്റെ ചക്കര. അയ്യോ ഒന്നേടാ കാരണം എവിടെയാടാ തലയുടെ? ആ ഇത് കുണ്ടി കുണ്ടി തപ്പെടേണ്ട. ആ എന്റെ പൊന്ന് അതിന്റെ ആളാ വാടാ കണ്ണാ. തണുപ്പോ സിവിൻ സാറിന് തണുപ്പ് പറ്റത്തില്ല കേട്ടോ. അപ്പം സിവിൻ സാറിന് എന്താ തണുപ്പൊന്നും പറ്റത്തില്ല. നമുക്കിന്ന് ഇവിടുത്തെ വ്യൂ കാണാം. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. കൊള്ളാല്ലേ? ഇതാണ് നെന്മാർ ഗൈസ്. എന്താ കുളം? ഇതൊരു അമ്പലമാണ് ഇവിടെ. മൊത്തത്തിൽ കൊള്ളാം. ഇവിടെ ആരോ കുറേ പേര് ഇവിടെ നിൽക്കുന്നത്. സോറി കേട്ടോ, അവരെവിടെയോ പോയി, അമ്പലത്തിൽ പോയ ആൾക്കാരാണ്. എന്തായാലും വിഷ്വൽ ബൂട്ടിയാണ് രാവിലെ ഗൈസ്, വിഷ്വൽ ബൂട്ടി. അപ്പം നമ്മൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇവിടുന്ന് എണീക്കുന്നു, 12 മണി വരെ കിടക്കുന്നു. എന്നിട്ട് 12 മണി വരെ ഇവിടെ കിടന്നിട്ട് എനിക്ക് തോന്നുന്നത് കൊല്ലങ്കോട് മറ്റു വിഷ്വൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അത് കാണാനാണ് പ്ലാൻ. പിന്നെ നമ്മൾ കുറച്ച് 10 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നോക്കാം, എന്താ കഴിക്കാറുള്ളത്. നമ്മളപ്പം ഇന്നത്തെ ചൈത്രയാത്ര തുടങ്ങാനായി കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. ഞാൻ അവിചേരണമുണ്ട്, കാണത്തില്ല. കുളിച്ചില്ല സോപ്പില്ലെങ്കിൽ ഞാൻ സോപ്പിട്ട് തരാം. അപ്പൊ നമുക്ക് എന്തായാലും രാവിലെ ജിവിൻ ഇറങ്ങി വലിയ 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 ഓ എന്തൊരു കിടപ്പായിരുന്നത്. അതെ എന്നാടാ അത്? നിനക്ക് എന്നാ പറ്റിയേ? മേലെ ജിനു അയ്യാട്ടോ ചേട്ടാ, ഒന്ന് എണീറ്റ് വരാമോ? കഴിക്കാൻ പോ. Come on, let's go guys, let's go and eat something. നമ്മൾ പൂരിയാണ് പറഞ്ഞിരിക്കുന്നത്. കൈപുള്ളി പൂരി വന്നിട്ടുണ്ട് ഗൈസ്. പൂരി യെസ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം ഫുഡ് കഴിക്കുമ്പം വീഡിയോ എടുക്കുന്നത് ഭയങ്കര പാടാട്ടോ. സൂപ്പർ ഗൈസ്, വി ആർ ഗോയിങ് ടു വെക്കേറ്റ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് റെഡി. ഈ തക്കുടിന്റെ ഫോണിൽ ഹായ് തക്കു. കൊച്ചിന് തക്കുടെ നാളെ വന്നത്. ഗൈസ് വി ആർ ഗോയിങ് ബാക്ക്. നമ്മൾ പോവുകയാണ്. ഹായ് മഹാത്മാഗാന്ധി. മുടി വളർന്നോ? വളർന്നോ ഗൈസ്? എടുത്തിട്ടാ ഓ നിന്റെ പറയും പാടുണ്ടോ റോണേ? റോണേ നീ അവിടുന്ന് മറ്റേ മാസമായിട്ട് തിരിച്ചു നോക്കി റോണേ പയ്യെ. പാസ്വേഡുണ്ടോ? ഡേ വാടി പോവാം. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്താണ് റൂം ഇതായിരുന്നു. റൂമെല്ലാം അയ്യോ കൈ കാണാം അല്ലേ? അയ്യോ ചെരുപ്പിട്ടില്ല, പോയേനെ അങ്ങോട്ട് ഞാൻ. ഓ ചെരുപ്പിടാൻ മറന്നു ഗൈസ്. യെസ് എൻ്റെ പൂമ. അപ്പം നമുക്ക് റൂമിനോട് ഇവിടെ പറഞ്ഞ് പോകാം. പറഞ്ഞില്ല നീ സെയിം കളർ സുരേഷിന്റെ നീയും ഞാനും ജീവന് ഫീൽ ആവുന്നുണ്ട്. ശരിയാണ്. ഗൈസ് ഇപ്പോഴുണ്ടല്ലോ, ഇപ്പൊ രണ്ടാമത്തെ എന്റെ ഫോൺ, എന്നെ ഇപ്പൊ ഒരു ഫോൺ ഉണ്ട്. ആ ഫോൺ എത്ര പ്രാവശ്യം മിസ്സാകുന്നറിയോ? എനിക്ക് എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. അതിപ്പോ റൂമിൽ നിന്ന് അവർ വിളിച്ച് എന്റെ ഫോൺ എടുത്തില്ല, അത് എടുക്കാൻ പോയായിരുന്നു. എനിക്കറിയത്തില്ല ഗൈസ് എന്തോ പ്രശ്നമാണ്, ഈ ഫോൺ ഇങ്ങനെ മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഓ എന്തായാലും നമ്മൾ വണ്ടി ഇട്ടുന്ന സ്ഥലം ഇതാണ്. അപ്പം നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓണാക്കിയിടാം. നല്ല ചൂട് കാണുന്നു. ഇപ്പം നമുക്ക് ആദ്യം തന്നെ വണ്ടി അൺലോക്ക് ചെയ്യട്ടെ. എന്നിട്ട് അമ്മേ ഇടിച്ച് ഈ ഫോൺ. അപ്പം നമുക്ക് എന്തായാലും സാധനം വെച്ചു ഡിക്കി അടക്കട്ടെ. ഡിക്കകത്ത് കയറാം.
ഓട്ടോ ഇടാം, തണുപ്പ് കുറയ്ക്കാം. തണുപ്പ് പറ ഓട്ടോ. ഓക്കെ, ഇനി തണുക്കട്ടെ കിടന്നു വണ്ടി. എന്നാലും എനിക്ക് മനസ്സിലായത് ഇത് എത്ര ഒരാളുടെ ഫോൺ മിസ്സാകുന്നത്. ഇന്നലെ രാത്രിയോടെ വന്നിട്ട് ഫോൺ കാണുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ തപ്പി കണ്ടുപിടിച്ച് പിന്നെയും പോയി. ഓ മൈ ഗോഡ്. നമ്മൾ ഇന്നലെ മേളിൽ നിന്ന് നമ്മുടെ അവിടെ മെമ്മറി കാർഡല്ലേ, മെമ്മറി കാർഡ് റൂം അതാണ്. ഓക്കെ, നമ്മൾ അവിടുന്ന് കണ്ട പാടമാണ്. നമ്മളെ പാടത്ത് കാണാൻ വേണ്ടി, പക്ഷെ പാടം കാണാൻ വന്നതാണ്. പാടം. നമ്മളങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്, ചെറിയ വഴിയാ കേട്ടോ. അപ്പം സംഭവം എന്തായാലും കൊള്ളാം. അത്യാവശ്യം നല്ല വൈബ് ലുക്ക് ഉണ്ട്, ഒരു വൈബ്രന്റ് ലുക്ക്. ഡ്രോൺ പറപ്പിക്കാനുള്ള പ്ലാനിലാണ്. കാറ്റുണ്ടല്ലോ. ഡ്രോൺ പറപ്പിക്കുന്നു. ഹായ്, മേളിലൊക്കെ എന്താടാ? അപ്പം എന്തായാലും നല്ല ചൂടുണ്ട്. അധികം വിഷ്വൽസ് പുറത്തുനിന്ന് എടുക്കാൻ സാധിക്കുന്നില്ല, കാരണം ഫോൺ ഹീറ്റ് ആകുന്നതാണ്. കൊള്ളാട്ടോ. ഇവിടെ എന്തൊക്കെയോ ഇതെന്തോ അമ്പലമാണെന്ന് തോന്നുന്നു. ഐ മീൻ ജസ്റ്റ് ചെറിയ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഡ്രോൺ പറപ്പിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ തിരിച്ചെന്തായാലും കയറട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സുഖമില്ല. അത് തന്നെ കയറ്റി പാപ്പാ കഴിഞ്ഞപ്പാ പുറത്തുനിന്ന് വീട്ടിൽ ഒരു സുഖമില്ല ഗൈസ്. അയ്യോ ഭയങ്കര ചൂടാ. അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രോൺ വിഷ്വൽസ് കാണാം. ഗഹനമായ ചർച്ചയാണ് സുഹൃത്തുക്കളെ, വേറെ ഒന്നുമല്ല. ഇതുവഴി ഈ സാധനം കയറണം അല്ലേ? കയറുന്നുണ്ടോ? കയറുന്നുണ്ടോ? എന്നാ അയച്ചാൽ ഇങ്ങനെ ഇത് കേട്ടോ. അങ്ങനെ ഓട്ടോ ഇറങ്ങി വരുമോ? അവർ ഓട്ടോ ഇറങ്ങാൻ ഇത് കാരണം കേട്ടോ. ഇത്ര ലക്ഷം രൂപയുടെ വണ്ടിയല്ലേ? ജിവിന് എന്നോട് തിന്നുന്നേ? എവിടുന്നാ നീ ആ പാൽപ്പടിയൊക്കെ എടുത്തോടുന്ന്? എടാ മോനെ, റൂമിൽ നിന്ന് പാൽപ്പടി എടുത്തിട്ടുണ്ട്. ഇന്നലെ അവിടെ നിന്ന് ഒരു സ്ഥലത്ത് ഉള്ളി എടുക്കാൻ മറന്നുപോയി. ഉള്ളി എവിടെ? ഇവിടെ ഉണ്ടോ? ഇതിന്റെ അകത്തുണ്ട്, പുറകെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ ഈ മൂലയില് ഇന്നലെ നീ ആര്? ഓ ആ ഉള്ളി പോയി. മമ്മി ഇനി എന്നാ വണ്ടിക്കകത്ത് വെച്ച മണാകത്തില്ല ഫോട്ടോ. ഒരു വിഷയമില്ല മോനെ. ഇനിയിപ്പോൾ എന്നാ ചെയ്യും ഗൈസ്? നമ്മളപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് രാവിലെ ഞാൻ ഏറ്റു കഴിഞ്ഞപ്പം കാണിച്ച അമ്പലത്തിലാണ് നമ്മള്. ഒഴിച്ച് അമ്പലത്തിൽ കയറുന്നുണ്ടോ? എന്നാടാ നീയൊക്കെ എന്ത് ഭക്തനാടാ? 12 മണിക്ക് അതിന് അങ്ങനെയൊന്നുമില്ല. നമുക്ക് അവരുള്ളപ്പോഴൊക്കെ അമ്പലത്തിൽ കയറണം. എടാ നമുക്ക് പ്രാർത്ഥിക്കണം തോന്നുമ്പോൾ പ്രാർത്ഥിക്കണം, അല്ലാതെ നീ അതല്ല നീ ഒന്ന് വിശ്വാസിയല്ല. കിട്ടില്ല വഴിപാട് ഇവിടെ വെച്ചാണ്. എന്താ പറയാടാ റോഷി, ഇവിടെ വെച്ച് നെന്മാറ വേല. ശരിയാ, ഈ പാടത്ത് വെച്ചാണ് നെന്മാറ വേല നടക്കുന്നത്. ആസ് ഐ ടോൾഡ് യു എർലിയർ. കറക്റ്റ്. എടാ ഈ തന്നെയാണ് ഈ സാധനം. ഇതെന്ത് നീന്തൽ പരിശീലനമാണോ? ആയിരിക്കുമല്ലേ? യെസ്, നീന്തൽ പരിശീലനത്തിനുള്ള സാധനമാണെന്ന് തോന്നുന്നു. എടാ കൊള്ളാട്ടോ, കിട്ടില്ല ആംബിയൻസ്. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെയും കുറച്ച് വിഷ്വൽസ് കാണാൻ സാധിക്കുന്നതാണെന്ന്. വിയർപ്പിയൊക്കെ എടാ എങ്ങനെയാണ് ഇതൊക്കെ ഇതിൻ്റെ അത് കൊണ്ടിടാൻ സാധിക്കുന്നത്? പ്ലാസ്റ്റിക് ബ്രദർ. പുള്ളി എന്താ കാണിക്കണേ? പുള്ളിയോടെ കുളിക്കാനുണ്ട്, അതാണ് നമ്മളങ്ങനെ ചെല്ലാത്തത്. കൊള്ളാം ഗൈസ്, അടിപൊളി സാധനം. ഞാനും റോൺ സാറും ഒരു സെറ്റ് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുന്നത്. അഭിച്ചേട്ടനും അമ്പലത്തിൽ കയറി ശരിക്കും. അഭിച്ചേട്ടാ നിൽക്കിട്ടുണ്ടോ? അങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു വേണമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും ബാക്കി ഇതുപോലുള്ള നല്ല നല്ല വിഷ്വൽസ് ഉള്ള സ്ഥലത്തോട്ട് പോകാം. നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ട് എത്രമാത്രം ഇത് പ്രാക്ടിക്കലാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ട്, റീലിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാടാ? എന്ത് ചന്ദ്രൻ ചേട്ടന്റെ ചായക്കടയോ? ഓ ഇത് ചെല്ലപ്പൻ ചേട്ടൻ, സോറി. റീലിനകത്തൊക്കെ ഉള്ളതാണ് നെന്മാർ. ചെല്ലനെങ്കിൽ ചെല്ലൻ കേട്ടോ. വിഷയമുണ്ട് പഴയ ഈസ്തറ്റിക്. അല്ലെങ്കിൽ ഇവിടെ ഫുൾ ഈസ്തറ്റിക് കടകളാണ്, വേറെ സത്യം. Guys, you are going to watch a very beautiful thing.
എനിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് വ്യൂ. കൊള്ളാല്ലേ? കൊള്ളാം. ഓ കൊള്ളാടോ. ഇത് ഇച്ചിരി വെയിലത്ത് വന്നാലും ഇതിങ്ങനെ കാണുന്നതിൽ തെറ്റില്ല. ഇച്ചിരി വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല എന്നാണ്. കൊള്ളാട്ടോ. അടിപൊളി വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കൊല്ലങ്കോട്, പ്രോപ്പർ കൊല്ലങ്കോട് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ വന്നല്ലോ എന്നാ ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കട. അത് നമ്മൾ റീലിനകത്തൊക്കെ കുറേ കണ്ടിട്ടുള്ള. റീലിനകത്ത് ഈ നല്ല ശരിയാണ് ഇവിടെ നല്ല നല്ല മഴയത്ത് തന്നെ കേട്ടോ. പക്ഷെ ഇപ്പം പാടം ഇങ്ങനെ വിളഞ്ഞു കിടക്കാൻ നൈസാണ്. ഇറങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങാം. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. അയ്യോ കൊള്ളാട്ടെ ഗൈസ്, സൂപ്പർ വ്യൂ ആണ്. ഇവര് പക്ഷേ ഇതിനകത്ത് വേറെ സംഭവം, നമ്മളൊരു പരിധിയെ കൊണ്ട് ഇതിനെ വലിയ സംഭവം എന്ന് പറയാൻ പാടില്ല. വെമ്പള്ളി ഇതുപോലെ തന്നെ സാധനം കിടപ്പുണ്ട്. അപ്പം അതൊക്കെ നമ്മളെ പറമ്പി ഇറങ്ങാണ്ട് രണ്ടോന്റെ പറമ്പി ഇറങ്ങിയിട്ട് അടിപൊളിയാണ്. കൊള്ളാടോ. ഇവിടെ വിഷയം നടത്തിരിക്കുന്നില്ല. ആ ഓട്ടോയ്ക്ക് മുമ്പുണ്ടല്ലോ, ഇത് അവിടെ നോക്കാം അടിപൊളിയാ. ആ വ്യൂ കാണിച്ചു കൊള്ളാട്ടോ. വിഷയ സാധനം. ഗൈസ് കൊള്ളാല്ലേ ഈ കാറ്റടിച്ചിട്ട് ഈ സാധനം മുഴുവൻ ഇളകുന്നത്. വിഷയ സാധനം. ഒരു രക്ഷാതെ കേട്ടോ. അന്യായ വ്യൂ, ഒന്നും പറയാനില്ല. സെറ്റ് ഗൈസ്. എന്ത് നല്ല വ്യൂവിലുള്ള സ്ഥലത്ത് എന്നാലും ഫോണെ കളിക്കുന്നവർ കൂട്ടുകാരുണ്ട് കണ്ടോ. ഇവരൊക്കെയാണ് അവർ. ആരൊക്കെയാണ് ഇവർ? ഞാൻ റീലെടുക്കുമല്ലോ, വീഡിയോ. ഇതൊക്കെ നിങ്ങളിലേക്ക് ഇത്ര നല്ല വിഷ്വൽസ് എടുക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ഇത്ര എന്ത് കഷ്ടപ്പെട്ടാണ് അതൊക്കെ ചെയ്യുന്നത് അല്ലേ? അതെ. ഓ നിങ്ങൾ എൻജോയ് ചെയ്യട്ടോ. ഞാൻ എന്തായാലും കുറച്ച് ഡ്രോൺ ഷോട്ട്സും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഗൈസ് എന്തായാലും ഒരു മസ്റ്റ് പ്ലേസ് ആണ് ഇതെല്ലാവരും. എല്ലാവരും വരിക, കാണുക, ആസ്വദിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഡ്രോൺ ഷോട്ട്സ് കാണാം. നോക്കൂ റീല് ഡ്രോൺ ഷൂട്ട് ചെയ്യാൻ നിൽക്കണം. റീലിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആവശ്യേട്ടൻ. എന്റെ മോനെ വിഷയാണോ? നമ്മളെ കുറച്ച് ഡ്രോൺ വീഡിയോസും മറ്റും എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇതുപോലുള്ള മറ്റു കുറച്ച് സ്ഥലങ്ങളിലൂടെ പോട്ടെ. ഡ്രോണിൻ്റെ വീഡിയോ പിന്നെ ബാറ്ററി തരുന്നതിന് മുമ്പ്. ഓക്കെ ബൈ. വണ്ടി എടുത്ത് വേറെ സ്ഥലത്താണ്. ഇത് കൊള്ളാല്ലേ? നൈസ് വ്യൂ അല്ലേ? നല്ലൊരു അടിപൊളി ലുക്കുണ്ട്. സെറ്റ് സാധനം. മരുന്ന് ഇറങ്ങുന്നല്ലേ? വെയിലാണ് കേട്ടോ ഗൈസ്. ഞാൻ വ്ലോഗ് ചെയ്യേണ്ടതുകൊണ്ട് മാത്രം ഇറങ്ങിയാണ്. നല്ല രസമുണ്ടാണ്. ക്യാമറയ്ക്കകത്ത് അത്ര സെറ്റായിട്ട് കാണത്തില്ല, പക്ഷെ എന്നാൽ പോലും സാരം വ്യൂ ഉള്ള ലൈക്ക് ഇറ്റ്. ഇതൊക്കെ ആരുടെയും വീടാണ്. ഇല്ല പൂട്ടിയിട്ടേക്കുക. അപ്പം പിന്നെ ആൾക്കാർ താമസിക്കുന്നതിന് ഉറപ്പാണ്. എൻ്റെ മന ഇവിടെയൊക്കെ താമസിക്കുന്ന എന്നെ രസമായിരിക്കില്ലേ? പൊളി. മാങ്ങ സീസൺ ആയതുകൊണ്ട് ഫുൾ മാങ്ങയുണ്ട്. ഒരു വാതിലുണ്ടല്ലോ. ഇല്ല ഇവിടെ ഒന്നുമില്ല. ഇവിടെയൊക്കെ രാവിലെ ഫ്രണ്ടിൽ ചായ കുടിച്ചിരിക്കുന്നു. പുറകോട്ടൊക്കെ ഇറങ്ങി. ഇവിടെ നെൽപ്പാടം, പുറകി മല. എൻ്റെ മോനെ വിഷയം. ഗൈസ് വി റീച്ച് അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അയ്യോ നിങ്ങൾ ഡ്രോൺ ഷോട്ടൊക്കെ കണ്ട് ആസ്വദിച്ചാണോ എന്ന് വിശ്വസിക്കുന്നു. ഇല്ല ചേട്ടാ? ഇല്ല. ഓക്കെ ചോദിക്കണ്ട, എൻ്റെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചിങ്ങഞ്ചിറയല്ലേ ചേട്ടാ? അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് വന്നേക്കാണ്. റോഷിയാണ്. റോഷിക്ക് ഇതിനെപ്പറ്റിയുള്ള കറക്റ്റ് കാര്യങ്ങളാണ് അറിയാം. നമുക്ക് റോഷിയോട് തന്നെ ചോദിക്കാം. ഇനി വന്നോടാ നീ എന്നെ പറഞ്ഞേത്തിട്ടോ പടാ. മണി അടിക്കാനാണ് വന്നത്. എടി ഇവിടെ എന്നെ കരിങ്ങിഞ്ചറിയോ ചിങ്ങഞ്ചറിയോ? എന്റെ സംഭവം പറ. പ്രകൃതി ക്ഷേത്രോ? അതന്നെ ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം. ഫുൾ ആൽമരം സെറ്റപ്പാണ്. എടാ അവരോട് പറയട്ടാ. അപ്പോൾ നമ്മൾ വന്ന ലൊക്കേഷനിലെ അടുത്തടുത്ത് ഇങ്ങനത്തെ സ്പോട്ടുകളുണ്ട്. ചൂടുണ്ട്. അതൊരു വിഷയം. ആ കുഞ്ഞിരാമായണം സൽസമുക്കാണോ? ഓ വേതാളം പോലെ ആ പാട്ടിനകത്തുള്ളത്. മറ്റേ ഒരു പൊങ്ങുന്നല്ലേടാ ക്രെയിനാണുള്ളത്.
ആ അത് തന്നെ മനസ്സിലായി. ആ യെസ് റെഫറൻസ് കുഞ്ഞിരാമായണം പോയി കണ്ടാൽ മതി. അതിനകത്തുണ്ട് ഇല്ല ഇതാ ഇല്ലേ? അതുണ്ട്. അതാ വിജയുടെ സമ്മതിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടത്തെയാണ് ഇതാണ് മോനെ വിഷൻ. ഫുള്ളി ക്രൗഡാണ്. മീൻ വണ്ടിയാണ്. ഇതാണ് ലൊക്കേഷൻ. പക്ഷെ ഇവിടെ വൻ തിരക്കാണ് കേട്ടോ. റോഷ് ഇവിടെ ആർക്കും വേണേ കയറാവോ? കാവല്ലേ അങ്ങനെ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ സമ്മതം വീടിന് വേണ്ടിയുള്ളതാണോ? അതാ വീട്, അതായത് വീട് കെട്ടിയിട്ടോണ്ട് ചോദിച്ചു. വീടിന് ആഗ്രഹമുണ്ട്. ഓ സബൽ മനസ്സിലായി. സബല നന്ദി പറയുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. കോഴി ഇതേ വെച്ചായിക്കോട്ടെ. തൊട്ടിലും ഉണ്ട്. എല്ലാം ഉണ്ടല്ലോടാ. എല്ലാ ആഗ്രഹ സബലത്തിനും ഇവിടെ നന്ദി പറയാൻ വേണ്ടി വരുന്ന സ്കീമായിരിക്കും അല്ലേ? നന്ദി പറഞ്ഞു പറയാൻ നേരത്തെ ഇവിടെ വന്ന് കോഴി വെട്ടി ഇവിടെ വെച്ച് തന്നെ കുക്ക് ചെയ്ത് കഴിക്കണം. അങ്ങനെയാണോ? വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഗൈസ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാനും ആദ്യമായിട്ടാണ്. എന്നെ ഇഷ്ടപ്പെട്ടോ? ഓ ഇതാണോ കൊള്ളാല്ലേ ഗൈസ്. ഇവിടെ സംഭവം ഇപ്പൊ ഇവിടെ ഇത് കുക്കിംഗ് ആണ്. ഇവിടെ വെച്ച് തന്നെ കുക്ക് ചെയ്യുന്ന കഴിക്കണം. അത്രയാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മളവിടെ പോയിരുന്നു. ഇത്തരം അവിടെ സ്പെൻഡ് ചെയ്ത് ഭയങ്കര ക്രൗഡാണ്. അധികം നേരം ഇതില്ല. നമ്മൾ വെറുതെ കഴിഞ്ഞു നമ്മൾ പോവുകയാണ്. അപ്പം അങ്ങനെ വളരെ വ്യത്യസ്തമായ ആചാരങ്ങളുള്ള സ്ഥലങ്ങൾ കേരളത്തിൽപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് ആക്ച്വലി പാലക്കാടിൻ്റെ ഒരു നല്ല ഉൾപ്രദേശമാണ്. നമ്മൾ വന്ന വഴി തൊട്ടടുത്ത് സിനിമ ഷൂട്ടിങ് നടപ്പുണ്ട്. അപ്പം ഈ പഴയ പാലക്കാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ എന്നാ വെച്ചാൽ അതെ അതെ എങ്ങനെയല്ല വെച്ചാ സീനാട്ടോ. അപ്പോൾ കേരളത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ പാലക്കാട് ഇപ്പോൾ പണ്ട് കേരളത്തിൽ നിലനിന്നുകൊണ്ടിരുന്ന എല്ലാ ആചാരങ്ങളും ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ സംഭവം. ഓക്കെ, ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ഗൈസ് നമ്മൾ അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് നിർത്തപ്പെട്ടിരിക്കുകയാണ്. മാങ്ങ ചേട്ടൻ്റെ നിന്ന് മാങ്ങ മേടിച്ചിട്ടുണ്ട്. നല്ല മാങ്ങയുടെ പേരുന്ന ജിവി, മാങ്ങയുടെ പേരുന്നായിരുന്നാ അറിയത്തില്ല. ജിവിന് ഓർക്കാം. റോഷി മാങ്ങയുടെ പേരുന്നായിരുന്നാ? ചേട്ടാ മാങ്ങയുടെ പേരുന്നായിരുന്നേട്ടാ? ഇങ്ങനെ. ഓക്കെ ഓക്കെ. നമ്മളൊരു എന്നടാ അപ്പൊ അങ്ങനെ നമ്മള് മാങ്ങ മേടിച്ചിട്ടുണ്ട്. മറ്റേടത്ത് ചോറിനാൻ പോയാലോ? നമ്മൾ എടാ ഇവിടെ പോന്നുണ്ടാ ഫോൺ താഴ്പ്പിനിപ്പോ. എടീ ഈ പുള്ളിയുടെ കട നിർത്തണ്ടാ. ഈ ചെല്ലൻ ചേട്ടന്റെ അപ്പം ചെല്ലൻ ചേട്ടൻ്റെ കട ക്യാൻസൽ ഗൈസ്. ചെല്ലൻ ചേട്ടൻ്റെ കട നമുക്ക് മഴയുള്ള സമയത്ത് വന്ന ചായ അങ്ങനെയാ ചേട്ടാ. കള്ളി ഷാപ്പ് കൊള്ളാട്ടോ ഗൈസ്. നിങ്ങൾ കള്ളി ഷാപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? അതൊരു കള്ളി ഷാപ്പാണ്. ആ പോയി ഗൈസ്. നമ്മൾ ചെല്ലൻ ചേട്ടൻ്റെ കട വീണ്ടും ചായ ഉണ്ടായിരുന്നു കേട്ടോ. ചെല്ലൻ ചേട്ടൻ്റെ കടയുടെ യാത്ര പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് പിരിയുകയാണ്. കാവടാണ് ഓടിക്കോ. നമ്മളപ്പം നമ്മളിങ്ങനെ ഡെസ്റ്റിനേഷൻ താണ്ടി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ആരും എന്നോടാണോ? എടാ ഞാൻ കേട്ടില്ല. അപ്പം നമ്മളിങ്ങനെ ഇനി നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ കാശുണ്ടാക്കുക. 2 മാസം കൊണ്ട് കാശുണ്ടാക്കുക. 2 മാസം കൊണ്ട് ട്രിപ്പ് പോവുക. ഇങ്ങനെ തുടർച്ചയായ ട്രിപ്പുകളിലേക്ക് ആയിരിക്കും. ആ കാഴ്ചകളിലൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അഭിചേട്ടൻ ഇനി എന്നാ ലൈഫ് ആയിരിക്കല്ലേ? അഭിചേട്ടന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ 2 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഫ്രീ ആകുമായിരിക്കും. വീട്ടിലാരും ഇല്ല. ഒറ്റപ്പെട്ട മനുഷ്യൻ, ഒറ്റത്തടി മനുഷ്യൻ. 115 കിലോ. ശരി, അഭിചേട്ടൻ ജിമ്മിയാനും കേട്ടോ. ജിമ്മിനൊരു എതിരാളിയായി. റൈറ്റ് അതിനെ ശരിയാണ് നീ പറഞ്ഞത്. ഇതുവരെ എല്ലാം ശരിയാണ് നമ്മൾ പറഞ്ഞത്. വൈറ്റിലാണ് മയൂകം. ഇവിടുത്തെ കടകളൊക്കെ കൊള്ളാടോ. നിങ്ങളെ മസ്റ്റ് വിസിറ്റ് ആണ് കൊല്ലങ്കോട്.
അത് നിങ്ങളെ വെയിലത്ത് വന്നാലും ഡിസപ്പോയിന്റ് ചെയ്തില്ല, പക്ഷെ നല്ല വെയിൽ കാണും. അത് നിങ്ങള് AC ഉള്ള വണ്ടി വന്നിട്ട് ആ വണ്ടിക്കകത്ത് നിന്ന് കണ്ടാ മതി. പാടത്തിന്റെ നടുക്കൂടെ കുടിച്ചിട്ട് വീട്ടിൽ പോവാം. ഫസ്റ്റ് പ്ലേസ് ആണ്. എല്ലാ വ്ളോഗേഴ്സും പറയുന്ന പോലെ വരിക, ഇവിടെ മലിനമാകാതിരിക്കുക, അത്ര നമുക്ക് പറയാനുള്ളൂ. ബ്രദർ ഇവിടെ JCB ഒക്കെ ഉണ്ടോടാ? ഇവിടെയൊക്കെ ഇതൊക്കെ അറിയാം അവർക്ക്. സീനല്ലേ? ഓ അച്ഛനെ ഞാൻ എങ്ങനെ അറിയാം അച്ഛനെ ഇങ്ങനെ വ്ളോഗ് ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റാന്ന് അറിയുന്നത്? എനിക്ക് അച്ഛന്റെ പുറകോട്ടുള്ള കണ്ണാടിയെ ഇതൊക്കെ മിറക്കി കാണാം. ഫോൺ ജിവിൻ കൊച്ചെ എന്നാ പറഞ്ഞു? കൊച്ചു മാങ്ങയൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കും എന്റെ കൊച്ച്. ഇല്ലടാ പുള്ളി കിഴി കുത്തി വെച്ചേക്കോടാ. ഞാൻ ബ്ലോഗ് വീഡിയോ എടുത്തിട്ട് കാണിച്ചില്ല. ചിരിയാട്ടോ, ഒന്നും ഒരു പരിഭ്രാന്തി ഇല്ല, ഒരു പരിഭ്രമവും ഇല്ല. കുപ്പി ഇവിടെ വെച്ചേക്കുന്നേ. ആ ഓക്കെ, ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനല്ലേ? പക്ഷെ ഹൈഡ്രേറ്റഡ് ആയിട്ട്. എന്താടാ മാങ്ങ കാട്ടുതീ ഒന്നും അല്ലടാ, തട്ട് നമ്മള് മറ്റേ കുംഫു പാണ്ട കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കുംഫു പാണ്ട കാണുക. എന്തിനാ ആ തട്ട് കൃഷിയാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ കാണും. കണ്ടോ നല്ല രസമുണ്ടല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. നമ്മളെ കാട്ടുതീ അതെന്തുകൊണ്ടാ ചേട്ടാ? വണ്ടിയോടാണ് ഇരുന്നേ. അപ്പൊ കാട് പറഞ്ഞേനെ. അതാണ് അതിനും വലിയ ഇവിടെ മറ്റേ ലൈനൊക്കെ വലിച്ചിട്ടുണ്ട്. കാടല്ല ശരിക്കും ഇത്. എടപ്പ ഇത് കാടല്ലേ ശരിക്കും ഇത്? എടാ ഇത് മറ്റേ കമ്പി വലിച്ചിട്ടുണ്ട്. അപ്പം കാട്ടുതീ വന്നത് നിങ്ങൾ നോക്കിത്തോണ്ട്. ഇവിടെയൊക്കെ മഴയാകുമ്പോഴത്തേക്കും കുറെ അരുവികൾ ഇങ്ങനെ താഴെ ഇറങ്ങി വരും. ഐ മീൻ വെള്ളച്ചാട്ടം കാണും, അടിപൊളിയാണ്. യു മസ്റ്റ് വിസിറ്റ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്, നമ്മുടെ കറന്റ്ലി നമ്മുടെ പാലക്കാട് ഉള്ളത് 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. നല്ല ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ട് വെയിലത്തൊക്കെ വരുന്നവര് ഒന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കുക. സൺസ്ക്രീനൊക്കെ ഒരു ബക്കറ്റ് എടുത്തോളുക, മുക്കി പോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ നിന്നാണ് ചോറുണ്ണാൻ സാധ്യതയുള്ളത് എന്ന് കരുതപ്പെടുന്നത്. കട എങ്ങനെയാണെന്ന് അടച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. റിവ്യൂ ഒക്കെ കണ്ടുപോകണതാണ്. ഓക്കെ, കാണിക്കില്ലേ? അതിന് ഉണ്ടിയിൽ നിന്നാണ് പറയുന്നത്. തമിഴില് ഉണ്ടി. ആ എനിക്കറിയില്ല കേട്ടോ, ഇത് തമിഴ്നാടാണോ? ഓ ഗായ്സ്, നമ്മൾ എന്താ എവിടെ എടുത്തിട്ടുണ്ട്. എന്താണത്? ആ ചായക്കടയല്ല, നമ്മൾ ഊണ് അയ്യപ്പൻസ് ഹോംലി മീൽസ് കഴിക്കാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കണ്ടംപററി വീടൊക്കെ ഉണ്ടല്ലോ അതിന്റെ പുറകിൽ. പുള്ളിയുടെ വീടായിരിക്കില്ലേ? അതെ, പുള്ളിയുടെ വീടാ. ഓ ഗൈസ്, ഞാനും ഇപ്പുറത്തുള്ള ആരാന്ന് നിങ്ങൾ ഗസ് ചെയ്യും. ആരായിരിക്കും? ഇപ്പം ഞങ്ങൾ രണ്ടുപേരും നടന്ന്, നിങ്ങളെ ഗസ് ചെയ്തിട്ട് കമന്റ് ഇടുക. അപ്പം ഞങ്ങൾ രണ്ടുപേരും നടന്ന് ചായ പിടിക്കാൻ പോകണം. ചോറിനാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അല്ലാതെ ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ വന്ന് എനിക്ക് പുള്ളിനെ കാണിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലടാ, അതെ, നീ മിണ്ടരുത്. അപ്പം അതാരാന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചേക്കാം. ഇത് അപ്പം കഴിക്കാനുണ്ട്. ഇത് ഇവിടുത്തെ സെറ്റപ്പുള്ള എന്താ പറയുക, ഒരു ഇവിടെ ആക്ച്വലി ഞാൻ ഹോട്ടൽ സെറ്റപ്പ് വന്നിരിക്കുന്ന ഒരു വീടിൻ്റെ ടോപ്പാണ്. വീട് താഴെ, അപ്പം വീടിൻ്റെ ടോപ്പാണ്. അങ്ങനെ ജസ്റ്റ് അവർ 2ാം നിലയിൽ ഇങ്ങനെ ഒരു വെജ് ഹോട്ടലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ സിനിമാമാരൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ മോസ്റ്റ് ഓഫ് ടൈം സിനിമ ഷൂട്ടിങ് നടക്കുന്നതാണ്. അത്യാവശ്യം പാലക്കാടിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി സ്കീം ഉള്ളതുകൊണ്ട് സിനിമ ഷൂട്ടിങ് നടക്കുന്നത്. അപ്പം എന്താ പറയുക, കുറേ സിനിമാമാരൊക്കെ ഇവിടെ വന്നതിൻ്റെ പിക്സ് ഇവിടെയൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഉള്ള സെറ്റപ്പൊക്കെ AC ഉണ്ട്. പക്ഷേ എവിടെ അതുകൊണ്ട് പോയിട്ടാണ് AC. അതുകൊണ്ട് എങ്ങനെ ഇവിടെ തുടങ്ങുന്നത്? 2 ഉണ്ട് ഇത്രയും വലിയ റൂമിൽ. എങ്ങനെ നടക്കാൻ? എന്തായാലും നമ്മൾ കഴിക്കാൻ തുടങ്ങാൻ വേണ്ടി ഇല വന്നിട്ടില്ല. റോൺ സാറിന് സീറ്റ് കിട്ടിയിട്ടില്ല. റോൺ സാറിന് ജിവിൻ സാർ നമുക്ക് എന്തായാലും ഇല വരുന്നു, കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, കഴിച്ച് എന്തായാലും കറിയൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ ഒറ്റ നിരയിൽ ഇരിക്കാൻ പറ്റി. പിന്നെ പറഞ്ഞതിൽ തിരുത്തുണ്ട്, ഇവിടെ വെജൊന്നുമല്ല, നോൺ വെജും കിട്ടും. അതുകൊണ്ട് യു ഗൈസ് മസ്റ്റ് വിസിറ്റ്. എല്ലാവരും ഒന്ന് ആസ്വദിക്കുക. ചൂട് ചോറ് ആയി. എന്താ നീ കഴിക്കണോ? മീൻപൊരി സ്വർണ്ണം മേടിച്ച് കിട്ടിയിട്ടുണ്ട്. സ്മെല്ലായി. ആ ബാബിച്ചേട്ടനും മീനാണ്.
വെറൈറ്റി ട്രൈ ചെയ്താൽ ഇഷ്ടം. മീനുകളോ മീനുകളോ കേട്ടോ, നൈസാണ്. എന്തായാലും വന്ന് ചോറ് ഫിഷ് കണ്ടോ, നല്ല ചോറുണ്ട്. മീനുകളോ ഇഷ്ടപ്പെട്ടു. ഓ എന്നടാ മോനെ ഉള്ളോട്ടോ, തെറ്റില്ല. ട്രൈ ചെയ്യാം. ഭയങ്കര നീറ്റ് സാധനമായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. കിട്ടില്ല ഫുഡാണ്, മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. ജംഗിൾ ഫാം ഹൗസ്, അയ്യപ്പൻസ് ഹോംലി മീൽ. ഞാൻ ഈ ലൊക്കേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റാണ്. ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പോയി ഫുഡ് കഴിക്കുക. ചിക്കൻ കറി ചീപ്പ് ആൻഡ് ബെസ്റ്റ്, വണ്ടർഫുൾ. എടാ ഞാൻ ചോദിച്ചതാ, ചിക്കൻ കറിക്ക് എത്രയാ? ചിക്കൻ ഫ്രൈ 50. 50 ഉള്ളൂ. 50. അപ്പോൾ ഊണിനോ 50 രൂപ. 50 രൂപ. ബീഫിന് 50 രൂപ. 50. മീന് മാത്രം റേറ്റ് വ്യത്യാസമുണ്ട്. കാരണം മീൻ ഓരോ ദിവസത്തെ റേറ്റ് അനുസരിച്ച് 10 പീസ് വെച്ചിട്ട് വീട്ടിൽ പോട്ടത്. ഇതന്നെ തലയിൽ കാടിളകി വന്നു നരച്ച് കടകൂടി കൈക്കളവ് മാത്രം നമ്മള് അടുത്ത കിളവരെ കൂട്ടണ്ട. അപ്പം സംഭവങ്ങളായിരുന്നു. മസ്റ്റ് വിസിറ്റാണ്, വെരി ചീപ്പാണ്. ചീപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി, ആ പൈസയ്ക്ക് ഭയങ്കര വർത്താണ് കേട്ടോ. എന്തായാലും മസ്റ്റ് വിസിറ്റ് സാധനം ഇതാണ്, കൊള്ളാം. എന്തായാലും അടിപൊളി സ്ഥലം, ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ. അത് ശരി, വിനീത് ശ്രീനിവാസൻ 2 ഫോട്ടോ ഉണ്ടല്ലേ? അത് ഒരെണ്ണം 2 അടിച്ചു വെച്ചേക്കുന്ന തോന്നുന്നു. ശരി കേട്ടോ, കിട്ടിയ സാധനം. വലിയ വീടൊക്കെ അവർ പുറകെ പണിതിട്ടുണ്ട്. ഇവിടെ ഉള്ള വലിയൊരു വീടാണ് അവിടെ. ഇതാണ് സംഭവം, 2ാം നിലയിലാണത്. AC ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ചൂടാട്ടോ. ഇവിടുത്തെ ഇതിലൊന്നും AC എന്ന് വെച്ചാൽ കാര്യമില്ല. എന്തായാലും ഗൈസ്, ഗോ ആൻഡ് വിസിറ്റ്, ചെക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, തിരിച്ചു പോകാൻ വേണ്ടി നിന്നാണ്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് വേറെ അടുത്ത പടം ഗൈസ്, കൊല്ലംകോട് പാടം വിഷയമാണ്. നമ്മൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയാണ്. അപ്പം നമുക്കും കിട്ടില്ല വിഷയം ഒന്നും പറയില്ല. ആയിക്കോട്ടെ ചേട്ടാ, നമുക്ക് ചായപ്പൊടി കൊടുക്കാം. ചേട്ടാ ചായപ്പൊടി ഉണ്ട്, ജിമിന് ചായപ്പൊടി ഉണ്ട്. എവിടെ നിന്നാ? കൊല്ലംകോട് നിന്നുള്ള പാൽപ്പൊടി ഉണ്ട് ചേട്ടാ. വെള്ളം മാത്രം തന്നാൽ മതി എന്നൊക്കെ. അയ്യോ ഗൈസ്, നമ്മളങ്ങനെ വി ആർ റീച്ചിങ് ടു ഹോം എത്താറായിട്ടുണ്ട്. അപ്പം ഇതേ നിങ്ങളെല്ലാ കാഴ്ചകളും കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എടാ അപ്പം എല്ലാവരും പറയുക, നിങ്ങളെല്ലാ വീഡിയോയും ശ്രദ്ധിക്കണം. എൻ്റെ വീഡിയോ അല്ല, എല്ലാവരുടെയും വീഡിയോ. അവരെന്ത് വീഡിയോ പറഞ്ഞാലും അപ്പം നമ്മൾ വന്നിരിക്കുന്നത്, അപ്പം നമ്മൾ ചെയ്യാൻ പോണ്. എത്ര അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കമന്റ് ചെയ്യാം. അതല്ല, അതെ. ആ അപ്പം എന്നാ വെച്ചാ സമാധാനമാട്ടെ. ചില്ലോ ആണല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രയെ നമുക്ക് വ്യക്തമായിരിക്കുന്നത് വേണ്ടല്ലേ. ജിവിൻ സാറ് ഒരു MVDക്ക് ഉമ്മയൊക്കെ കൊടുത്തു. അപ്പൊ നമ്മുടെ വണ്ടിക്ക് ചെറുതായിട്ട് ഫൈനൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്താവത് കണ്ടറിയാം, അതിന്റെ സന്തോഷമാണ് അവിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. നോക്കിക്കൊണ്ടിരിക്കുക, എമ്പരിവാരി പറ്റി കിടക്കുക. ഇപ്പൊ വാട്സപ്പിൽ കിടന്നവരെ എമ്പരിവാരി കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 20 ഒരാഴ്ചത്തെ ആവശ്യം എല്ലാ ദിവസം എമ്പരിവാരി രാവിലെ കയറുക. അതോ പഠിപ്പിക്കട്ടെ. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി, ഈ ഒരു യാത്ര നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് വേണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ മറ്റൊരു അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ഞങ്ങളും കൂടെ വേണം നല്ല ബ്ലോഗിന്. സൺസെറ്റ് ആണ്. സൺസെറ്റോടെ കണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ ബൈ.